ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുറ്റത്തെ പുല്ലെല്ലാം പറിച്ച് കളയുവാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതുപോലെ അത് ചെയ്യിക്കാനുള്ള സമയമില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഒരു മാർഗ്ഗമാണിത്, വീട് മാറ്റിയിടുന്നത്. ഇത് ഞാനൊരു 1.5 വർഷം മുമ്പ് കുറച്ച് സ്ഥലത്ത് എൻ്റെ ഒരു കസിന് ഇട്ട് നോക്കിയിരുന്നു. എന്നിട്ടത് നല്ലതാണെന്ന് കണ്ടതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇടാമെന്ന് വെച്ചത്. ഇതാണ് വീട് മാറ്റ്. ഇതൊരു 50 മീറ്ററിൻ്റെ ഒരു റോളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. 50 മീറ്ററിന് നമുക്ക് 1900 രൂപയാണ് വില വരുന്നത്. പല റേഞ്ചിലുള്ളതുണ്ടാവാം. ഞങ്ങൾ വാങ്ങിച്ചത് ഇതാണ്. അതിന് 2 മീറ്റർ വീതി കാണും, ഈ 50 മീറ്റർ നീളത്തിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പറമ്പിൻ്റെ വീതി നീളം എല്ലാം വെച്ച് ആവശ്യത്തിന് നമുക്ക് മുറിച്ചെടുത്തിട്ട് അത് വിരിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വിരിക്കുമ്പോൾ നമുക്ക് പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആണി പോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്ലിപ്പുണ്ട്. ആണി പോലെ ഇരിക്കുന്ന വലുതാണ്. അത് നമുക്ക് പറമ്പിലേക്ക് അടിച്ച് താത്തിയിട്ട് അത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. പല സ്ഥലങ്ങളിലായിട്ട് അത് അടിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ അധികം പറന്ന് പോകത്തില്ല. ഇതാണ് ആണി. ഇതൊരെണ്ണത്തിന് 8 രൂപ വില വരുന്നുണ്ട്. ഇതൊരു പാക്കറ്റാണ് നമ്മൾ വാങ്ങിച്ചത്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ചെടികളും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യുന്നവർക്ക്, ഞങ്ങൾക്കിപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. ഇത് കണ്ടില്ലേ, എനിക്ക് നിറച്ച് വെക്കാൻ പോലും പറ്റത്തില്ല. പുല്ല് നമ്മൾ ഒരു പ്രാവശ്യം പറിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും പുല്ല് മുളയ്ക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് ഇടാമെന്ന് വിചാരിച്ചത്. മുറ്റത്തൊക്കെ നമുക്ക് പുല്ല് അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ മാറ്റി വിരിച്ചിട്ട് ചെടിച്ചട്ടിയൊക്കെ വെക്കാനൊക്കെ വളരെ എളുപ്പമാട്ടോ. നല്ല ഫലവത്തായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ പറമ്പിലെ പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വിരിക്കാവുന്നതാണ്. ഇതിന് ഞങ്ങളിപ്പോൾ ഇത് മൊത്തം പുല്ലെല്ലാം ചെത്തിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഡ്രമ്മിനകത്ത് പേര, മാവ്, കപ്പളം അങ്ങനെ എല്ലാ സാധനങ്ങളുമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ അത് കൃത്യമായിട്ട് അങ്ങനെ വയ്ക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ മുകളിൽ വയ്ക്കാം. അല്ലെങ്കിൽ ഇത് വിരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഈ ഡ്രമ്മൊക്കെ അതിലുള്ളതുകൊണ്ട് പിന്നീട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കഷ്ടപ്പെട്ടാണ് എടുത്തു വെച്ചത്. വിരിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കൃത്യമായിട്ട് എടുത്തു വെക്കാം, ഒരു കുഴപ്പമില്ലാതെ. ഇതിപ്പം ഒരാളെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മളിത് ഷീറ്റൊക്കെ ഇട്ടതേ. ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെയാണെങ്കിലുമൊക്കെ വിരിക്കാം, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ആണി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ആണി ഇല്ലാത്തവർക്ക് നമ്മൾ കല്ലൊക്കെ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്ത് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ അത് പറന്നു പോകില്ല. ആ പ്ലാസ്റ്റിക്കിൻ്റെ ആണി പോലത്തെ അത് പെട്ടെന്ന് പോകും. ഇളകിയ മണ്ണാണെങ്കിൽ അത് കാറ്റത്ത് പറന്നു പോകും. ഇപ്പം ഇനിയിപ്പോൾ നല്ല മഴയല്ലേ, അപ്പോൾ അതുകൊണ്ട് കാറ്റ് ഭയങ്കരമായിട്ട് വന്നിട്ടത് നമുക്ക് പറന്നു പോകും, വയ്ക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഷീറ്റോ അതിൻ്റെ മുകളിൽ കല്ല് കൊണ്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കട്ടയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് വെക്കാം. ഞങ്ങളിപ്പം കട്ടയുള്ളതൊക്കെ അവിടെ ഇവിടെയൊക്കെ പെറുക്കി വെച്ചു. പിന്നെ ചെടിച്ചട്ടി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നത് വേണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറന്നു പോകത്തില്ല, നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്കിപ്പോൾ പെട്ടെന്നൊന്നും പുല്ല് വരില്ലല്ലോ, അപ്പോൾ സുഖമായിട്ട് ഇറങ്ങി നടക്കാനും പറ്റും. നമ്മളിപ്പോൾ പുല്ല് പറിച്ച് കളഞ്ഞാലും പെട്ടെന്ന് തന്നെ വളരും, മഴയായതുകൊണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ലതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.